നമസ്കാരം, തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ലോക പരിസ്ഥിതി ദിനാഘോഷം ലോകമെങ്ങും നടക്കുകയാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആ തരത്തിൽ കൃഷി വകുപ്പിൻ്റെയൊക്കെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള ദിനാഘോഷ പരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് തുടരുന്നുണ്ട്, അത് നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഇതിൽ ഒരു വിവാദം കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ്. അതായത് രാജ്ഭവനിൽ ഇതുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ ആ പരിപാടി ഇപ്പോൾ കൃഷി വകുപ്പ് ഇടപെട്ട് ഒഴിവാക്കിയിരിക്കുകയാണ്. അതായത് മുമ്പ് നമുക്കറിയാം, രാജ്ഭവനിൽ ഗവർണറും സർക്കാരും മുഖ്യമന്ത്രിയും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നത്. 1ന് 10 മടക്കി കൊടുക്കുന്ന ഒരു ഗവർണറെയാണ് അന്ന് കണ്ടത്. പക്ഷേ പുതിയ ഗവർണർ വന്നപ്പോൾ അത്തരത്തിൽ ഒരു പരസ്യമായ ഏറ്റുമുട്ടൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പിറന്നാളിന് നേരിട്ടെത്തി ആശംസകൾ അർപ്പിക്കുന്ന അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്ന ഗവർണറെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഗവർണർ പറയുന്നത് രാജ്ഭവനിൽ നടക്കുന്ന പരിസ്ഥിതി ദിനാഘോഷവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ ദീപം തെളിയിക്കണം, മാത്രമല്ല ഭാരതാംബയ്ക്ക് പൂജ അർപ്പിച്ചുകൊണ്ട്, അതായത് പുഷ്പാർച്ചന ചെയ്തുകൊണ്ട് ചടങ്ങുകൾ നടത്തണമെന്നാണ് ഗവർണർ അല്ലെങ്കിൽ രാജ്ഭവൻ സർക്കാരിനെ അറിയിച്ചത്. എന്നാൽ അങ്ങനെയൊന്നും തങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കൃഷി വകുപ്പ് ഇത്തരത്തിൽ ഈ ഒരു പരിപാടി തന്നെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ഇപ്പോൾ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അത് പ്രധാനമായും സംഘപരിവാർ അനുകൂല ആളുകളിൽ നിന്നും അല്ലെങ്കിൽ BJPയുടെ നേതാക്കളിൽ നിന്നൊക്കെ തന്നെ വിമർശനങ്ങൾ ഉയരുകയാണ്. അതായത് ഭാരതാംബ എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെയും ജാതിയുടെയും ഒരു സിമ്പലല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ചിത്രമല്ല ഭാരതാംബയുടേത്. നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ചിത്രമാണ്. അത് കൂടുതലായി ആരാധിക്കുന്നത് സംഘപരിവാർ അനുകൂലികളാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന സംഘ അനുകൂലികളാണ്. അപ്പോൾ അത് തെറ്റാണ് എന്ന് പറയാൻ സാധിക്കുമോ? എന്തുകൊണ്ട് സർക്കാർ അങ്ങനെ ചെയ്യുന്നില്ല എന്നൊക്കെയാണ് സംഘ അനുകൂലികൾ പറയുന്നത്. പക്ഷേ ഒരു മതേതര സർക്കാരിനെ അത്തരത്തിലൊരു ഛായാചിത്രത്തിന് മുന്നിൽ ദീപം തെളിയിച്ച് പുഷ്പാർച്ചന ചെയ്യാൻ സാധിക്കില്ല എന്നാണ് മന്ത്രിയുടെ ഓഫീസും കൃഷി വകുപ്പിൻ്റെ ഓഫീസും കൃഷിമന്ത്രിയുടെ ഓഫീസും ഒക്കെ അറിയിക്കുന്നത്. എന്തായാലും രാജ്ഭവനും സർക്കാരും തമ്മിൽ പുതിയ തലത്തിലേക്കുള്ള ചെറിയ തോതിലെങ്കിലും ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ നടന്നത്.